കത്തോലിക്ക ദേവാലയത്തിനു നേരെയുള്ള ആക്രമണം ആശങ്കാജനകമെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ. ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ സീറോ മലബാർ രൂപതയുടെ നാരായൺപൂർ സീക്രഡ് ഹാർട്ട് ദേവാലയം അടിച്ചു തകർത്തതിനെയും ക്രിസ്തുവിന്റെ ക്രൂശിത രൂപവും ഗ്രോട്ടോയിലെ മാതാവിന്റെ തിരുസ്വരൂപം നശിപ്പിക്കുകയും ചെയ്തതിൽ സീറോ മലബാർ സഭ ആശങ്കയും വേദനയും അറിയിക്കുന്നുവെന്നും കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 1973 മുതൽ നാരായൺപൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനവും പാവപ്പെട്ട കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള ഹോസ്റ്റലും ആരോഗ്യ പരിപാലന കേന്ദ്രവും നടത്തിവരുന്ന കത്തോലിക്ക മിഷണറിമാർക്ക് നേരെയാണ് നീതീകരിക്കാനാവാത്ത അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. 1000-ഓളം വരുന്ന സായുധധാരികളായ അക്രമി സംഘമാണ് പ്രകടനത്തിന്റെ ഭാഗമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മിഷണറിമാർക്കും ദേവാലയത്തിനുമെതിരായി അത്യന്തം അപലപനീയമായ അക്രമം നടത്തിയത്. ഏതാനും ആഴ്ചകളായി നാരായൺപൂരിലും സമീപ പ്രദേശങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന സംഘടിതമായ അക്രമങ്ങളുടെ തുടർച്ചയാണിതെന്ന് മനസ്സിലാക്കുന്നു. അക്രമം തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രകടനക്കാർ മർദ്ദിക്കുകയും സേക്രഡ് ഹാർട്ട് പള്ളിക്ക് പുറമെ പള്ളിമേട, മാതാവിന്റെ ഗ്രോട്ടോ എന്നിവയ്ക്ക് നേരെയുമാണ് അക്രമം അഴിച്ചുവിട്ടത്. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും കത്തോലിക്ക വിശ്വാസികൾക്കും സഭാ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും ആരാധനാ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാനും ഛത്തീസ്ഗഡ് സർക്കാരും നിയമപാലകരും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ ദേവാലയത്തിനും വിശ്വാസികൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും സീറോ മലബാർ മീഡിയ കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ഈ അക്രമ സംഭവത്തിൽ വേദനിക്കുന്ന സഹോദരങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഷക്കേന ന്യൂസ്, കൊച്ചി.